പെടുത്തി വേറെ ഇതിനകത്ത് പോയടാ. അവൻ എന്നെ ഒറ്റപ്പെടുത്തിയടാ അവൻ. ഇല്ലല്ല ചേട്ടാ, എന്റെ വീസി എടുത്ത് ചേട്ടാ, എന്റെ വീസി എടുത്തേ. ക്ലിക്ക് ലൈവിലുണ്ട് ഞാൻ. ക്ലിക്ക് കളിയാ. ഹലോ. എടാ ഞാനിങ്ങനെ ഇവിടെ എടാ ഒമേഗിലല്ലായിരുന്നോ നീ? ഇല്ല ഞാൻ കണ്ടായിരുന്നു അളിയാ. അതൊന്നും ഒരു കുഴപ്പമില്ല അളിയാ, നല്ല കാര്യം അളിയാ അതൊക്കെ. ഇല്ല അതൊക്കെ നല്ല കാര്യം അളിയാ. അത് ഈ ചാറ്റിലുള്ളവന്മാരുടെ വിഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തുപ്പണതാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നിന്റെ അകത്ത് വന്ന് നിന്നെ നോക്കാൻ പറയാ, നിന്റെ അകത്ത് വന്ന് എന്നെ നോക്കാൻ പറയാ, എന്നിട്ട് നമ്മൾ തമ്മിൽ തല്ലെന്ന് കാണണം. അതിനുവേണ്ടി ഇരിക്കുന്ന കുറച്ചവന്മാര്. ഇവന്മാരെ ഒറ്റപ്പെടുത്തിയാലേ ഇത് നിർത്തത്തുള്ളൂ അളിയാ. അല്ലെങ്കിൽ സത്യം അളിയാ, അതാ ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് നശിച്ചു പോന്നി. നശിച്ചു പോന്നി. ഞാനോ? ചാറ്റിലുള്ളവരാണാ? ചാറ്റിലുള്ളവര് വരാതി മോൻ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അളിയ, അറിയാവോ നിനക്കത്? എടാ അളിയ ഞാൻ വല്ല ചെയ്താലേ എന്റെ CPU 100 പോവാ. 100 മാർക്കായിരിക്കും. 100 മാർക്ക് CPU തന്നേക്കണേ. അറിയാവോ നിനക്ക്? അത് എന്തിനാണെന്നറിയോ? കണ്ടെടുത്ത് കയ്യാലപ്പുറത്ത് കേറാൻ നിൽക്കുന്ന സമയത്ത് സ്ട്രീം ചെയ്ത് PC അപ്ഗ്രേഡ് ചെയ്യണോടാ. നീയൊക്കെ പിന്നെ എന്തിനു നടക്കണ? നീ എന്തിനു നടക്കണ? നീയൊക്കെ ഡ്രോൺ മേടിച്ച് കൊച്ചിക്കൂടെ പറത്തടാ. ഡ്രോൺ മേടിച്ച് കൊച്ചിക്കൂടെ പറത്ത്. ആ പൈസക്ക് ഒരു GPU മേടിച്ച് വെച്ചിടായിരുന്നോ? ചാറ്റിലുള്ളവർ പറയണ നിന്നെ പറ്റി ഇത്ര അപരാധം. അവരാണ് ശരി. നീ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഫോർസിൽ ഉണ്ടാക്കുമെന്ന്. അളിയ വീല് വിറ്റിട്ട് പോയ നിന്നോടൊക്കെ ഞാൻ എന്ത് വെല്ലുവിളിക്കാനാ അളിയാ? അളിയ വീല ഇവിടെ ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടുത്തുനിന്ന് റൂമൊക്കെ സെറ്റായി പറഞ്ഞുള്ളൂ. എടുത്ത് വെച്ചിട്ടേ ഒരു കറക്റ്റ് ഒരു അടി ഉണ്ട് കേട്ടോ നിന്നെ. അളിയ ഞാനിങ്ങനെ നിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഓടിച്ച് നിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് അടിച്ച് കയറുമ്പോഴേ നിന്റെ കൈ വിറക്കല്ലേ അളിയ അന്നേരം. കേട്ടോ, നിന്റെ കൈ വിറക്കല്ലേ? എനിക്കത് കൈ വിറക്കല്ലേ. ഇത് ആരെല്ലാം ഒന്ന് ക്ലിപ്പ് ചെയ്യണേ പ്ലീസ്. ഇത് ആരെല്ലാം ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണേ. അല്ലെ ഇവൻ ഡിലീറ്റ് ചെയ്തോണ്ട് ഓടിക്കളയും. ഇതൊന്ന് ക്ലിപ്പ് ചെയ്യണേ ദയവ് ചെയ്ത്. ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണേ. എന്നിട്ട് ലാസ്റ്റില് ഞാൻ പറയാം, ഡ്രീമർ കോമ്പീറ്റ് ചെയ്യാൻ പോണത് ഷൗട്ടെക്സ്, ആഷ്, രഘുല് പിന്നെ മുന്നിൽ പോകുന്ന തോന്നുന്നു കേട്ടാ. നിന്റെ ലോബി ഇപ്പൊ അവിടെ അളിയാ. നീ അവിടുന്ന് മേളിലോട്ട് വരുമ്പോ നമ്മൾ പറയാം. മനസ്സിലായോ? അളിയാ നിന്റെ അടുത്ത ലൈവില് തന്നെ ഈ മാസത്തല്ല. അയ്യോ പിന്നെ ഒരു PC എല്ലാം ശരിയാക്കി കിട്ടുമ്പോ എനിക്ക് അടുത്ത മാസം. അതാണ് പറഞ്ഞത്. ഓക്കെ, എന്നാ വേറൊരു കാര്യം പറയാം. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഡേറ്റ് പറ. അടുത്ത മാസം പകുതിയല്ല, ഞാൻ പറയാം 10ാം തീയതി ഒരു ലൈവ് ഇടും. അത് നീ ലൈവ് ഇടണം. അന്ന് പോയിന്റ് ടേബിളിന്റെ ടോപ്പിൽ നമ്മളൊരു 5 കളി കളിക്കും. ആ പോയിന്റ് ടേബിൾ ടോപ്പിൽ നീയാ നിൽക്കുന്നെങ്കിൽ 1 ലക്ഷം രൂപ സ്പോട്ടിൽ അയച്ചു തരും. ആരൊക്കെ കളിക്കുമ്പോ? ഞാന്, ഗോഗു, കാസ്ട്രോ, നീ, ബാക്കി എല്ലാരും, നമ്മളുള്ള എല്ലാരും കൂടെ കളിക്കും. അന്ന് പോയിന്റ് ടേബിൾ ടോപ്പിൽ നീ വരുവാണെങ്കിൽ 1 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ട് അയച്ചു തരും. അക്കൗണ്ട് അയച്ചു തരും. ഉറപ്പാണ്. അപ്പൊ നീ എനിക്ക് അയച്ചു തരും. നീ തിരിച്ച് 5 പൈസ തരണ്ട. തരാനില്ല. 5 പൈസ തരണ്ട. ഡീൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വരും. ഞാനേ ഒരു കോക്പിറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കട്ടെ. എന്തായാലും കുറച്ച് കാശ് കിട്ടാവുള്ളല്ലേ. അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് പറഞ്ഞ് നാളെ തന്നെ കോക്പിറ്റിന് ഓർഡർ കൊടുക്കാം. കോക്പിറ്റ് ഒക്കെ വാങ്ങിച്ച് ഒരു 6-9 ബണ്ടിലൂടെ അങ്ങ് ഓർഡർ ചെയ്യാം. എന്തായാലും ഞാൻ അടിക്കും. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. നിന്റെ കൈ വിറക്കില്ല. ഞാൻ ഗ്യാപ്പ് അടിച്ച് ഫ്രണ്ടിൽ കയറുമ്പോഴേ കൈ വിറക്കില്ല. അന്നേരം നിന്റെ കൈ ഇതാവുന്നു, നെറ്റ് ഡിലേ, അങ്ങനെ ഗെയിം ഡിലേ. ഒന്നും ഒരു എക്സ്ക്യൂസ് പോലും പറയത്തില്ല. വേണ്ടെന്നാ ക്യാഷ് പോവും ബ്രോ. എന്റെ അക്കൗണ്ട് ബാലൻസ് പോലും അത്രയില്ല. എന്നിട്ട് ഞാനിപ്പോ കോൺഫിഡന്റ് ആയിട്ട് വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ എത്ര മണ്ടറാണെന്ന് എനിക്കറിയാം ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനി പോയിന്റ് ടേബിളില് ഞാൻ കേറിയില്ലേലും എന്റെ മുകളിൽ ഗോഗ് പോയിന്റ് ടേബിൾ ഫസ്റ്റിലുണ്ടാവും. അവനെ അടിക്കും, നിന്നെ അടിക്കും, നിന്നെ അടിക്കും, അവനെ അടിക്കും, രണ്ടിനെ അടിക്കും. ഒരു സംശയം ഡീവൻ ഉണ്ടാവും. ഡീവനെയും ഗോട്ടിനെയൊക്കെ വെട്ടിച്ചിട്ട് ഇവൻ അടിക്കത്തില്ല. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ ഇനി
ഇതെന്താ റോക്ക് സ്റ്റാർ ലോഗിൻ ചെയ്യാനോ? അല്ലെങ്കിൽ ഇനി ഇവൻ വല്ല പകുതി പൈസ അവർക്ക് കൊടുത്ത് അവരെ രണ്ടുപേരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഒന്നുമില്ല, എന്നാലും ഇവൻ താഴെ ആയിരിക്കും. എല്ലാരും അടിക്കും. ഇത് എഴുതി വെച്ചേ, ഈ പറയുന്ന ഡേറ്റും ഈ പറയുന്ന സമയവും നീ ഓർത്തിരിക്കണം. ഇങ്ങളെ ഓർത്തിരിക്കാം. പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു, ഡേറ്റ് സമയം ഒന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ പ്ലീസ്. ഡേറ്റ് ഞാൻ നോട്ട് പാഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. നോട്ട് ചെയ്യാം. ഡേറ്റ് 24 ജൂലൈ ജൂലൈ 24 കഴിഞ്ഞ്. ഇത് പറയുന്ന ഡേറ്റ്. ഓക്കെ 10-13 10/13/24/7/2026 10/14 ഡ്രീം 13 ഡ്രീമർ പറഞ്ഞ വാക്കുകൾ നോട്ട് ചെയ്ത് വെക്കണം എല്ലാരും പ്ലീസ്. ഇതിന് വേണ്ടി ഞാൻ 2 ലക്ഷം മുടക്കിയാലും ആ 1 ലക്ഷം ഞാൻ മേടിക്കും. 2 ലക്ഷം മുടക്കാന്ന് പറഞ്ഞാൽ കഴിവുള്ള ആരെങ്കിലും കൊണ്ട് കളിപ്പിക്കാനാണ്. അങ്ങനെയാണ് ഞാൻ തന്നെ വന്ന് കളിക്കാം എന്റെ PC-യിൽ. കഴിവുള്ള ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഫേസ് ക്യാം ഇട്ട് എന്റെ കോക്പിറ്റിൽ ഞാൻ 2 കാലും നെകളിച്ച് വെച്ചിരുന്ന് കളിക്കും. നീ ഫേസ് ക്യാം ഇട്ട് കോക്കില് ഞാൻ വേറൊന്നും പറയണില്ല. ബ്രോ നിങ്ങൾ എന്താ കളിക്കാൻ പോണേ? ഓൾ ദി ബെസ്റ്റ്. കീപ് ദാറ്റ് ചിരി ബ്രോ.